ബെവ്കോ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴത്തെ വ്യാജ മദ്യം തടയാൻ QR കോഡ് അവതരിപ്പിക്കാൻ പോവുകയാണ് ബെവ്കോ. ഓരോ മദ്യക്കുപ്പിക്ക് പുറത്തും QR കോഡ് പതിപ്പിക്കും. വ്യാജ മദ്യമാണോ എന്ന് QR കോഡ് നോക്കി മനസ്സിലാക്കാനാകും. QR കോഡ് സ്കാൻ ചെയ്താൽ അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നും കണ്ടെത്താനാകും. 3 ലിറ്ററിൽ കൂടുതൽ മദ്യം ആളുകൾ വാങ്ങുന്നുണ്ടോ എന്നും കണ്ടെത്താനാകും. ഏപ്രിൽ മാസത്തോടെ ഈ സംവിധാനം നിലവിൽ വരുമെന്നാണ് ബെവ്കോ CMD അർഷിത അട്ടല്ലൂരി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. സോ ബേസിക്കലി QR കോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനമാണ്. ഈ നമ്മുടെ കൺട്രിയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഉണ്ട്. അപ്പോൾ നമ്മളും ഇതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ മദ്യക്കുപ്പിയുടെ പുറത്ത് ഒരു QR കോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്താൽ ആ മദ്യക്കുപ്പി എവിടെ നിന്നാണ് വരുന്നത്, ഏത് ഡിസ്റ്റിലറി, ഏത് കമ്പനി വന്നു, ഏത് വെയർ ഹൗസിലേക്ക് എത്തി, ഏത് വെയർ ഹൗസിൽ നിന്ന് ഏത് ഷോപ്പിലേക്ക് വന്നു, ഈ ഷോപ്പിൽ നിന്ന് വിൽപ്പന നടത്തിയത് ഒരു ജെന്യുവൻ ബോട്ടിലാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇത് ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു 2 ടൈപ്സിൽ കംപ്ലയിൻറ്റ്സ് ആണ് വരുന്നത്. ഒന്ന് ഒരു പക്ഷേ ഒരു സെക്കൻഡ് ഒരു ഫേക്ക് മദ്യം നാട്ടിലുണ്ട് എന്നാണ്. ഇപ്പോൾ എക്സൈസ്ക്ക് ഈ QR കോഡ് നോക്കിയിട്ട് സ്കാൻ ചെയ്താൽ അവർക്ക് ഉടൻ തന്നെ മനസ്സിലാവും ഇത് ജെന്യുവൻ സാധനമാണോ അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണോ എന്ന്. 2 ഇപ്പോൾ ഈ ലീക്കേജ്, ഇപ്പോൾ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ 3 ബോട്ടിലധികം നമുക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല. 3 ലിറ്റേഴ്സാണ് നമ്മുടെ ഒരു ലിമിറ്റ്. അതിന് ഉപരി ഇങ്ങനെ ബൾക്കായിട്ട് വിൽക്കുന്നുണ്ട് എന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതും നമുക്ക് ഇത് തടയാൻ പറ്റും. അത് ട്രേസ് ചെയ്യാൻ പറ്റും. ഏത് ഷോപ്പിൽ നിന്നാണ് ഈ സാധനം വന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ അത് വെച്ച് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. QR കോഡ് ട്രാക്ക് ആൻഡ് ട്രേസ് വന്നാൽ അത് സിസ്റ്റമിനെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ആക്കും. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗുഡ് തിങ് ഫോർ ദ കമ്പനി ആൻഡ് ഫോർ ദ സൊസൈറ്റി. ബെവ്കോ CMD പറഞ്ഞത് നമ്മൾ കേട്ടു. എങ്ങനെയാണ് ഈ സംവിധാനം നടപ്പിലാക്കുക, അത് കുറച്ചുകൂടി വിശദമായി സുനിഷ അയ്യലൂർ പറഞ്ഞത്. വ്യാജമദ്യം തടയുന്നതിനായാണ് ബെവ്കോ ഇപ്പോൾ പുതിയൊരു രീതിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്നതാണ്. ഏപ്രിൽ മുതലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും മദ്യക്കുപ്പികളിൽ QR കോഡ് സംവിധാനം ഘടിപ്പിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും ഇത് ഏത് തരത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു കുപ്പി എടുക്കുമ്പോൾ ഈ കുപ്പിയിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ലോക്ക് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഈ മദ്യം മോഷണം പോകാതിരിക്കാനുള്ളതാണ്. ഈ ലോക്കുമായി ഈ മദ്യവുമായി പുറത്തു പോവുകയാണെങ്കിൽ അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിലിൽ സൈറൺ അടിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈ ലോക്ക് മാറ്റി മാത്രമാണ് ഇത് വിൽപ്പന നടത്തുന്നത് എന്നാണ്. അതിന് പുറമെ ഇപ്പൊ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കാണാൻ കഴിയും. ഇവിടെ ഏത് വെയർഹൌസിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, അത് ഏത് ഔട്ട്ലെറ്റിലേക്കാണ്, എത്ര കേസ് എന്നതടക്കമുള്ള ഡീറ്റെയിൽ അടങ്ങുന്നതാണ് ഈ സ്റ്റിക്കർ. പകരം ഇനിയിപ്പോ QR കോഡ് സംവിധാനമാണ് വരുന്നത് എങ്കിൽ ഇതിന് പകരം ഇവിടെ ഒരു QR കോഡ് സംവിധാനം വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഡിസ്റ്റിലറി ഏതാണ്, ഏതിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, എവിടെ വെച്ചാണ്, അത് ഏത് വെയർഹൌസിലേക്കാണ് എത്തിക്കുന്നത്, ആ വെയർഹൌസിൽ നിന്നും അത് ഏത് ഔട്ട്ലെറ്റിലേക്കാണ് എത്തിക്കുന്നത് എന്നത് ഈ QR കോഡ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ QR കോഡ് നോക്കുമ്പോൾ തന്നെ ഈ ഔട്ട്ലെറ്റിൽ നിന്നും എപ്പോഴാണ്, ഏത് ദിവസമാണ് പുറത്തേക്ക് പോയത് എന്നതടക്കമുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഈ QR കോഡ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എന്നതാണ്. പ്രധാനമായും ഇതുവഴി ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യാജമദ്യം തടയുക എന്നതാണ്. പലയിടങ്ങളിൽ നിന്നായി വ്യാജമദ്യം കടത്തുന്നു, ഈ വ്യാജമദ്യവുമായി പിടിയിൽ എന്നതടക്കമുള്ള വാർത്തകൾ നമ്മൾ തന്നെ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജമദ്യം പിടികൂടാൻ ഇത് കുറച്ചുകൂടി എളുപ്പമാകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് നിശ്ചിത അളവിലുള്ള മദ്യമാണ് എടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 3 ലിറ്റർ മദ്യം കൊണ്ടുപോകാം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ കൂടുതൽ ഈ പറയുന്നത് പോലെ മദ്യക്കുപ്പികളുമായൊക്കെ പിടിയിലാകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ 3ഓ 4ഓ അതിലധികമോ ഈ മദ്യക്കുപ്പികളുമായി വരുമ്പോൾ അത് ഏത് ഔട്ട്ലെറ്റിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത് എന്നതടക്കമുള്ള ഡീറ്റെയിൽ കാര്യം നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭ്യമാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു മാറ്റത്തിലൂടെ വലിയൊരു സമഗ്രമായ മാറ്റം തന്നെ ഇതിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മളോട് ബെവ്കോ CMD സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ്. പ്രധാനപ്പെട്ട ഒന്ന്, വ്യാജമദ്യം തടയാനായി QR കോഡ് സംവിധാനം വരുന്നു എന്നതാണ്. അതൊരു ഏപ്രിൽ മാസത്തോടു കൂടി വരുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അത് നല്ലൊരു ഐഡിയ ആണ്. ഏതായാലും വ്യാജമദ്യം തടയാൻ ഇത്തരത്തിൽ QR കോഡ് കൊണ്ടുവരികയാണ്. മറ്റു പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നു എന്നത് നല്ല കാര്യം തന്നെയാണ്. സുനിഷയാണ് വിശദമായ വിവരങ്ങൾ നമുക്ക്